1 2 3 തിരിച്ചു കയറുന്നു. ശരി, എന്നിട്ട് എല്ലാവരും ആ മാറ്റിലിരിക്കൂ. ഇത് കിടക്കാനുള്ളതുണ്ടല്ലോ, പിന്നെ ഇരിക്കണ എങ്ങനെ? ശരി, എന്നിട്ട് ഇതിൽ മെജോറിറ്റി ആൾക്കാർ ജിമ്മിൽ പോകുന്നവരാണ്, യോഗ ചെയ്യുന്നവരാണ്, വർക്ക്ഔട്ട് ചെയ്യുന്നവരാണ്. നിങ്ങൾക്കറിയുന്ന എന്തെങ്കിലും ഒരു യോഗ പോസ്റ്റ് ആസനം കാണിച്ചാൽ മതി. ഞാൻ ബസ്സിൽ ചെയ്യാം. ഞാൻ ആദ്യം കാണിക്കാൻ പോകും. എന്താ ചെയ്യാൻ പോണേന്ന് പറഞ്ഞു. ഞാൻ അത് ചെയ്തോണ്ട് പറയാം. ശരി, ചെയ്തോണ്ട് പറയാം. കാണിക്കൂ. എന്തമ്മോ, അയ്യോ ചേട്ടാ, അയ്യോ എന്റെ ചേട്ടാ. എന്റെ ചേച്ചി പ്രസവത്തിന് കൊണ്ട് ആശുപത്രി കൊണ്ടുവന്നേക്കണേ. എല്ലാരും ചൂട് കഞ്ഞിയുള്ള മാറ്റി പറഞ്ഞു. ചേട്ടന്റെ വൈഫിന് ഞാൻ സിസ്റ്ററും ചെയ്യട്ടെ. ക്രിറ്റിക്കലാണ്, അതുകൊണ്ടാണ്. നോർമൽ പറ്റത്തില്ല. ഇല്ല ഇല്ല, ഇപ്പൊ പുള്ളിക്ക് ക്രിറ്റിക്കലാണ്, അതുകൊണ്ട് ചെയ്യട്ടെ ചേട്ടാ. ഇഞ്ചക്ഷൻ വെക്കട്ടെ. പറയട്ടെ ലക്ഷ്മി, ശവാസനം എല്ലാവരും ശ്രദ്ധിക്കണം. ശവാസനം അതിപ്പോ ഷോയിൽ നിന്നാലും ശരിയല്ലേ? ശരി, അപ്പൊ ഒരു ആസനം ഉല്ലാസേട്ടൻ ചെയ്തു. ബുദ്ധിമാൻ വേഗം അങ്ങോട്ട് കിടന്നു. ശരി, ഇനി എല്ലാവരും ഓരോ ആസനം നിങ്ങൾ ചെയ്യണം. ശരി ഡയാന. ഓ സൂപ്പർ ഡയാന, നീ ഇത്ര വളയുമായിരുന്നല്ലേ? ഇന്ന് എന്തോ ഒരു വളക്കാൻ ശ്രമിച്ചു. ലക്ഷ്മി, ഫിനിഷ് ബസ്സിന് എളുപ്പമുള്ള ഒരു ആസനം പറഞ്ഞു കൊടുക്കട്ടെ. കിഴങ്ങാസനം. യെസ്. അപ്പൊ സ്റ്റാർ മാജിക്കിൽ ഇവർ ചെയ്യുന്ന യോഗ പൊട്ടത്തെറ്റ് ചെയ്യുന്നവരുണ്ട് കേട്ടോ, ഓരോ ആസനങ്ങള്. ആൻഡ് കറക്റ്റ് ആയിട്ടുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യാനൊക്കെ ഒരു യോഗ എക്സ്പേർട്ട്, അതായത് വെളുപ്പിന് 3:30 എന്ന് പറയുന്ന സമയമുണ്ടെങ്കിൽ എണീറ്റ് യോഗ ചെയ്ത് തുടങ്ങുന്ന ഒരു യോഗ എക്സ്പേർട്ട്, ഒരു എവർഗ്രീൻ ഹിറ്റ് ആക്ട്രസ്, നമ്മുടെ സ്വന്തം മേനക ചേച്ചി. സ്റ്റാർ പിന്നെ മഞ്ഞേ ഇത് ദുരിതാശ്വാസ ക്യാമ്പാണ്. ദുരിതാശ്വാസ ക്യാമ്പല്ല. എന്ത് പറ്റിയാ? എല്ലാവർക്കും കൂടെ യോഗാസനമാണ് ചെയ്യുന്നത്. അതായത് ചേച്ചിയുടെ ഹിസ്റ്ററി ഒക്കെ നന്നായിട്ട് എല്ലാവർക്കും അറിയാലോ. 3:30 എണീറ്റ് യോഗ ചെയ്യുന്നൊക്കെ അറിയുന്നതുകൊണ്ട് ഗസ്റ്റിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം. ഒരു സെക്കൻഡ്, തങ്കച്ചനെ ഡയാനയുടെ എടുക്കുന്നു മാറ്റേ. അതെന്ത് പറ്റി? അവന്റെ ലക്ഷ്യം വേറെയാണ്. പുതിയ പുതിയ ആസനത്തിന്റെ പേരുണ്ടെങ്കിൽ പറഞ്ഞു തരൂ, ഞാനൊന്നും കൂടെ ഒന്ന് പഠിക്കട്ടെ നിങ്ങളുടെ കയ്യിൽ നിന്ന്. തങ്കച്ചനായിരുന്നാ? എല്ലാ യോഗയൊക്കെ കഴിഞ്ഞിട്ടാണ് കിടക്കുന്നത്. ഇത് ശവാസനാണെന്ന് മനസ്സിലായി, പക്ഷെ എല്ലാ കഴിഞ്ഞിട്ടാണ്. ശവാസനത്തിൽ PhD എടുക്കണം, പിന്നെ സംസാരിക്കാൻ പാടില്ല. ഇത് ശവാസനാന്ന് പറഞ്ഞ് ഇത്ര നേരം പുഴുക്കാസനമായിരുന്നു ചേച്ചി. യോഗ എക്സ്പേർട്ടിന്റെ അടുത്ത് തന്നെ നമുക്ക് ചോദിക്കാം. എക്സ്പേർട്ട് അല്ല, ഐ ഡു യോഗ ഫോർ ദ പാസ്റ്റ് സോ ലോങ്. എത്ര 10-15 വർഷമായിട്ട് ചെയ്യാണ്. 20 വർഷമായിട്ട് 3:30 എന്ന് പറഞ്ഞ സമയം ഉണ്ടെങ്കിൽ ആ സമയത്ത് എണീറ്റ് യോഗ ചെയ്തിരിക്കും. 3:30 എണീക്കും. യോഗയുടെ ടൈം എന്ന് പറഞ്ഞാൽ 5 o'clock ആണ്. 5 to 6 വരെ. എന്നിട്ട് പല്ല് വെച്ച് കിടന്നുറങ്ങും. നിന്നെ പോലെ അല്ല ഞാൻ. പല്ല് തേക്കാറില്ലേ? നീ എനിക്കാരേ ഇല്ല, പിന്നെ പല്ല് തേക്കുന്നോണ്ടുള്ള എനിക്ക് അറിഞ്ഞൂടാ. നിന്റെ അടുത്ത് വന്നാലേ അറിയുള്ളൂ. ചെറുതായിട്ട് ചേച്ചി, ഡയാന വളയും. നിന്നെ വളക്കിയാണോ? ഞാനിപ്പഴാ കണ്ട വളയുന്നുള്ളത്. അങ്ങനെ പറഞ്ഞാലും എങ്ങനെ വളയുന്നുള്ളത് ഞങ്ങൾ കാണിച്ചു തരാം. സുമ ഉദ്ദേശിച്ച വളയലല്ല. ഒന്ന് കാണിച്ചു കൊടുക്കും. കണ്ട വളഞ്ഞ് ഇപ്പൊ കറക്റ്റ് മോനൊന്ന് കിടന്ന. അത് തന്നെ കറക്റ്റ്. ഇവിടെ ഡയാന ഇങ്ങനെ വളഞ്ഞു നിന്നപ്പോ റാ പോലില്ല നിന്ന്. ഈ തങ്കച്ചനോട് കണ്ടപ്പോ തറാ എന്ന് വായിക്കേണ്ടി വന്നോടന്നു. ഇത്രയും പറയുന്നില്ലേ നീ വന്ന. എനിക്ക് ഞാൻ ഇതൊരു യോഗാസനം കണ്ടിട്ട് പോലും. ഒരു പൈന്റ് വെള്ളം ഒഴിക്കാൻ അടിച്ചിട്ട് പിന്നെ കാണിക്കുന്നതാണ് യോഗ. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ